ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കാർത്തികയും അമലും അതുപോലെ തന്നെ കല്യാണിയും കൂടി രാത്രി ഉമ്മറ തന്നെ ഇരിക്കുകയാണ്. അവരെയും കാത്തിരിക്കുക കേട്ടോ. കാർത്തിക പറയുന്നുണ്ട്, കല്യാണി കിരൺ ഒന്ന് വിളിച്ചു നോക്ക്, സമയം ഇത്രയായില്ലേ, അവരെവിടെ എത്തിയെന്നെങ്കിലും അറിയാലോ. കിരണേട്ടനെ ഞാൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് വിളിക്കണ്ടെന്നാ പറഞ്ഞത്. അമല് ചോദിക്കുന്നുണ്ട്, ഇനി അവനെ പിടികിട്ടി കാണുമായിരിക്കോ, അവനെ പിടിച്ചായിരിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നും അറിയില്ലെന്ന് പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, തമിഴ്നാട്ടിലെ അവൻ ഇവിടത്തെക്കാളും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു, എന്നിട്ട് അതിന്റെ കയ്യിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട ഇങ്ങോട്ടേക്ക് വന്ന് അവൻ ആ ശത്രുക്കളെ കൂട്ടുന്നതൊക്കെ ഒരു ഹരം പോലെയാണ്. അത് അവനെ ഭയങ്കര ഇഷ്ടമാണ്, ശത്രുക്കളെ കൂട്ടി എല്ലാ ശത്രുക്കളും അവനെ അന്വേഷിച്ചിറങ്ങണത്. എന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടല്ലേ ഇവിടേക്ക് വന്നത്, ഇവിടെ എങ്ങാനും അവൻ പിടിക്കപ്പെടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ കാർത്തിക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ കിരണും രതീഷും അതുപോലെ തന്നെ വെയിലും കൂടി വരുന്നിട്ട് അവരുടെ മൂന്ന് പേരുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുകയാണ്. കല്യാണി വേഗം കിരണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്തായി കിരണേട്ടാന്ന് ചോദിക്കുമ്പോ കല്യാണി ഒരിക്കൽ കൂടി അവൻ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കല്യാണി, കിരണേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്, അവൻ രക്ഷപ്പെട്ടുന്നോ? അതെ, അവൻ എന്റെ കയ്യിൽ കിട്ടിയത കല്യാണി, ഒരുപാട് ചതച്ചു ഞാൻ, പക്ഷെ അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമായിരുന്നു. അപ്പോ അമല് ചോദിക്കുന്നുണ്ട്, വെള്ളത്തിലെങ്ങാനും മുങ്ങി ചത്തു കാണുമായിരിക്കോ? അങ്ങനെയുള്ള ചാൻസ് കുറവാണ്, അവൻ നീന്തി പോണത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അമല് പറയണ്ട്, അപ്പൊ അവൻ മുങ്ങാങ്കുഴി ഇട്ടിട്ടുണ്ടാകുമായിരിക്കും. കാർത്തികൻ പറയണ്ട്, അതെ, മുങ്ങാങ്കുഴി ഇടാൻ മിടുക്കനവൻ, 10-15 മിനിറ്റ് ഒക്കെ മുങ്ങാങ്കുഴിട്ട് അങ്ങനെ അവൻ കിടക്കും. അതെ, എന്നാലും അവൻ എന്റെ കയ്യിൽ നിന്ന് പിന്നെ ഒരു പ്രാവശ്യം കൂടി രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ള ആലോചിച്ചിട്ട് ആകെ ഒരു വിഷമത്തിലാണ് ഞാൻ. ഇനി അവൻ പൊങ്ങടച്ച പോലീസുകാരുടെ പിടിയിലാണെങ്കിൽ അതും വിഷമം തന്നെയാണ്. പോലീസിന്റെ പിടിയിലെ ജയിലിലായിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കാന്ന് അറിയാലോ. നമ്മൾ അപ്പോഴും ഇതുപോലെ പേടിച്ച് പേടിച്ച് ജീവിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അവനെ കൊന്നു തള്ളായിരുന്നു. പക്ഷെ നല്ലൊരു അവസരം നിന്ന് കിട്ടിയത് എല്ലാം പോയി എന്നൊക്കെ പറയാണ്. അപ്പൊ കല്യാണത്തിന് കിരൺ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട കല്യാണി, ചിലപ്പോഴേ അവന് ചതഞ്ഞരഞ്ഞ് വിഷമിച്ചിട്ട് ചാവാനിടയ്ക്ക് അവന്റെ വിധി, ദൈവങ്ങൾ അവനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാട്ടോ. കല്യാണിയും പുറകെ പോകുന്നുണ്ട്, നമ്മുടെ കാർത്തികയും പോകുന്നുണ്ട് അപ്പുറത്തേക്ക്. അപ്പോഴേക്ക് അമല് പറയുന്നുണ്ട് വേലുവിനോടും രതീഷിനോടും, എന്നാലും അവൻ വീണ്ടും രക്ഷപ്പെട്ടല്ലോ. അപ്പോ വേലു പറയുന്നുണ്ട്, ഇനി അവൻ രക്ഷപ്പെടില്ല അമലു, കാരണം ഇപ്പൊ മരിച്ച ദിലീപേട്ടന്റെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ മൂപ്പനൊക്കെ ഒരുപോലെ കാത്തിരിക്കുന്നത് അവന്റെ മരണത്തിന് വേണ്ടിയിട്ടാണ്, അവൻ എന്തായാലും മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കിരൺ കാർത്തികത്ത് പറയുന്നുണ്ട്, കാർത്തിക് എന്തൊക്കെ വന്നാലും ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്തിരിയാൻ പാടില്ല. ദിലീപ് എന്നെ ഉച്ചക്ക് കൂടി വിളിച്ചിരുന്നു, ഒരിക്കലും കല്യാണത്തിന് പിന്തിരിയരുതെന്ന് പറയാനായിട്ട്. പക്ഷെ ദിലീപേട്ടന്റെ അമ്മയൊക്കെ ഇതിന് എതിർപ്പല്ലേ, നമ്മളിപ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അവൻ പറയണത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവന്റെ അച്ഛനെയും കൊന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഗംഗപ്രസാദ് മുങ്ങി നടക്കണത് കല്യാണം മുടങ്ങി എന്നുള്ള സന്തോഷത്തിലല്ലേ. അപ്പൊ അവന് അങ്ങനെ ജയിക്കാൻ വിടരുത് എന്ന് തന്നെയാണ് ദിലീപ് പറയണത്. ദിലീപ് മാത്രമല്ല, കാർത്തികയുടെ വിവാഹം മുടങ്ങിയിട്ടില്ല, അത് നടക്കുന്നുള്ള വിശ്വാസത്തിലാണ് അച്ഛനും എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ടേ, എനിക്കും ദിലീപേട്ടനെ പോലത്തെ ഒരാളെ കൈവിടാനായിട്ടൊന്നും പറ്റുന്നില്ല കിരണ, എനിക്ക് ദിലീപേട്ടന് വിവാഹം വേണ്ടെന്ന് വെക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ദിലീപേട്ടനെ പോലത്തെ നല്ലൊരാളെ കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്കും അറിയാം എന്ന് പറയാണ്. അങ്ങനെ വേണം, ഒരിക്കലും ആ കല്യാണം മുടങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്, അങ്ങനെ ആ കല്യാണം മുടക്കി കഴിഞ്ഞാലേ അത് അവൻ ജയിക്കുന്ന പോലെ ആകും എന്നൊക്കെ കിരൺ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാർത്തികനാട്ടോ. അതിനുശേഷം കല്യാണിയും കിരണും കിടക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ്. അയാള് വേഗം തന്നെ ഫോൺ എടുക്കാണ്. ഈ ഫോൺ വർക്ക് ആവുമെന്തോ, വെള്ളത്തിൽ കുറെ നേരം കിടന്നോണ്ട് വർക്ക് ആവുമെന്ന് അറിയില്ല. ഇപ്പത്തെ ഫോണൊക്കെ വാട്ടർ പ്രൂഫ് ഫോണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഫോണൊക്കെ ഊതി പെട്ടെന്ന് ഓൺ ആക്കുമ്പോഴേക്കും അത് ഓൺ ആവുന്നത് ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ നമ്പറിൽ മറ്റേ ഗുണ്ടനെ വിളിക്കുകയാണ്. കരിക്കിടാൻ പോയ ഗുണ്ട ഉണ്ടല്ലോ, ആ പുള്ളിനെ വിളിച്ചിട്ട്, എടാ നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ തന്നെയുണ്ട് ഗംഗ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ആ കിരൺ എന്നെ പിടിച്ചതാണ്, പക്ഷെ ഞാൻ രക്ഷപ്പെട്ട് വെള്ളത്തിലേക്ക് ചാടി ഞാൻ രക്ഷപ്പെട്ടു, ഞാനിപ്പോ ഇവിടെയുണ്ട്, എടാ കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയോ, മറ്റവന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് വാ, നമ്മൾ നിന്ന പാലത്തിന്റെ അടിയിലല്ല, അവിടെയല്ല, പുഴ കടന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോ വേറൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത്, എന്റെ ഫോണിൽ വിളിച്ചാൽ മതി, എടാ പെട്ടെന്ന് വരണോട്ടാ, ഫോൺ അധികം നേരം ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ല, ഞാൻ വരാം, അവനെയും കൂട്ടിക്കൊണ്ട് വരാം, അഥവാ ഞങ്ങൾ വരാൻ വൈകുന്നുണ്ടെങ്കിൽ പോലീസ് പിടിയിലായിരുന്നു നീ കൂട്ടിക്കോ, ഒരിക്കലും നിന്നെ ഞങ്ങൾ ഒറ്റില്ല ഗംഗ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഫോൺ മാറ്റി വെക്കാണ്. അതിനുശേഷം ആ മറ്റേ 2 ഗുണ്ടകളോട് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണവും വാങ്ങിച്ച് ആക്രാന്തത്തോടെ കഴിക്കാണ് ഗംഗപ്രസാദ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, എത്ര നേരം വിശന്നിരിക്കുന്നത്, കുറെ നേരം വിശന്നപ്പോഴേക്കും ഞാൻ മറ്റേ പച്ചക്കപ്പ എടുത്ത് കഴിച്ചായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും വിശപ്പ് മാറിയില്ല, ഇപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത്, എടാ ഈ ഒരു പൊതി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ലേ, ഗംഗ നീ ആദ്യം ഇത് കഴിച്ചു തീർക്ക്, എന്നിട്ട് നമുക്ക് വേറെ പൊതി എടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ട് 2 ദിവസത്തേക്ക് ഇനി ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അത് വലിച്ചു വാരി തിന്നോണ്ടിരിക്കാട്ടോ. അപ്പൊ ആ ഗുണ്ട ചോദിക്കുന്നുണ്ട്, അപ്പൊ കിരണിന്റെ കയ്യിൽ നിന്ന് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ പോലീസുകാരെ കാലം പേടിക്കേണ്ടത് അവനെയാണ്, എന്നെ പിടിച്ചില്ല
എന്ന് പറഞ്ഞിട്ടാ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. മുമ്പിൽ പുഴയായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, വല്ല കടലങ്ങാനാണെങ്കിൽ പെട്ടുപോയാനെ എന്ന് പറയാണ്. ആ സമയത്ത് മറ്റേ ഗുണ്ട പറയേണ്ട ഭക്ഷണം കൊണ്ടുവന്ന ഗുണ്ട പറയുന്നുണ്ട്, നമുക്ക് തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് പറയുമ്പോൾ തന്നെ ഗംഗക്ക് ദേഷ്യം വന്നിട്ട് അയാളെ കഴുത്തിൽ കയറി പിടിക്കാട്ടോ. എന്താണ് നീ പറഞ്ഞത്, തമിഴ്നാട്ടിലേക്ക് വിടാനോ? അതിനാടാ കഷ്ടപ്പെട്ട് ഇത്രയും പേരെ എത്തിച്ചത്. ഇല്ല, ഒരിക്കലും ഇല്ല. അവളുണ്ടല്ലോ കാർത്തിക, അവള് വിവാഹം വേണ്ടോന്ന് വെച്ചെന്ന് എനിക്ക് കേൾക്കണം, അത് അറിഞ്ഞേ പറ്റൂ. പിന്നെ ആ ദിലീപ്, അവനും കല്യാണം വേണോ എന്ന് തീരുമാനത്തിൽ എത്താതിരിക്കാണല്ലോ. അവന്റെ വീട്ടുകാരൊക്കെ കട്ട സപ്പോർട്ടിട്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്. അവൻ നല്ല കുട്ടിയായിട്ട് വിവാഹത്തിന് പിന്മാറിയോന്ന് എനിക്കറിയണം. അപ്പോ മറ്റേ ഗുണ്ട പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അവൻ പിന്മാറി കാണായിരിക്കും. ആർക്കാടാ ജീവനിൽ കൊതിയില്ലാത്തത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അവനെ മെസ്സേജ് ഇട്ടിട്ട് അവനൊരു കുലുക്കം ഉണ്ടായില്ലല്ലോ, എന്നിട്ടും അവൻ കല്യാണത്തിൽ ഉറച്ചു നിന്നതല്ലേ. എന്തായാലും അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ സമാധാനത്തോടൊന്നും ഇരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അങ്ങനെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്ന രാവിലെയാണ്. രാവിലെ തന്നെ കല്യാണം എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും കിരൺ നല്ല ഉറക്കാട്ടോ, പാവം കിരണേട്ടെ. ഇന്നലെ രാത്രി ഒരുപാട് താമസിച്ചാവുന്നത്, കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണം എഴുന്നേറ്റിട്ട് വേഗം തന്നെ താഴത്തേക്ക് കുളിയൊക്കെ കെട്ടി താഴത്തേക്ക് പോവാണ്. കാർത്തികേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കാർത്തിക റൂം തുറക്കുന്നുണ്ട്. ചേച്ചി റെഡിയായോ? ആ റെഡിയായി, എന്ന് നമുക്ക് പോയാലോ? ലക്ഷ്മി അമ്മ വരുന്നില്ലേ? ഇല്ല, അമ്മ ഇന്നലെ രാത്രി നല്ല ടെൻഷനിലായിരുന്നു. അപ്പൊ ഞാൻ മരുന്ന് കൊടുത്തിട്ട് കിടത്തി ഉറക്കിയത്, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നല്ല ഉറക്കമാ കല്യാണി. എങ്കിൽ ലക്ഷ്മി അമ്മ ഉറങ്ങട്ടെ, നമുക്കെന്നാ പോയിട്ട് വരാം. അമ്പലത്തിൽ പോയിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതുപോലെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാലോ. പാവ അച്ഛൻ എന്റെ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ ഫേസ് ചെയ്യാൻ പറ്റാതെ അവിടെ ഇരിക്കായിരിക്കും, അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയും കാർത്തികയും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് ബാലമാമ വരും കേട്ടോ. ദേ ബാലമാമ വന്നല്ലോ. അപ്പൊ ബാലമാമ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എവിടേക്കാ പോണത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ മക്കളെ? എന്താ ബാലമാമ പറയണത്? മനസ്സിലായില്ല എന്ന് കല്യാണി പറയുമ്പോ, അല്ല നിങ്ങളുടെ അച്ഛൻ ആശുപത്രിയിലാണെന്ന് നിങ്ങൾക്ക് ആരും പറഞ്ഞില്ലേ? അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, കണ്ടു കല്യാണി, ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ ഇങ്ങനെ വരാതെ ഒന്നിരിക്കില്ലെന്ന്. അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. അച്ഛൻ എന്താ പറ്റിയത് ബാലമാമേ? അത് മോളുടെ വിവാഹം മുടങ്ങിയ വിഷമത്തിൽ അച്ഛനൊന്ന് കുഴഞ്ഞു വീണു. കുഴപ്പമൊന്നുമില്ല, ഐസിയുലാണ്, പേടിക്കാൻ ഒന്നുമില്ല. ഇല്ല ബാലമാമ കള്ളം പറയാ എന്ന് കല്യാണി പറയുമ്പോ, ഇല്ല മോളെ, ഞാനെന്തിനാ കള്ളം പറയണത്? മോളുടെ കല്യാണ ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാതെ, പച്ചവെള്ളം പോലും കുടിക്കാതെ വെയിലത്ത് നിൽക്കുന്നില്ല അവൻ. അതുകൊണ്ടിട്ടായിരിക്കും അവൻ തളർന്നു വീണത്. പിന്നെ വിവാഹം മുടങ്ങിയെന്നും കൂടി അറിഞ്ഞപ്പോഴേക്കും അവൻ ആകെ ക്ഷീണിച്ച് വല്ലാത്തൊരു തളർച്ചയിൽ അങ്ങോട്ട് വീണുപോയി. പിന്നെ ECG ഒക്കെ നോക്കി ഹോസ്പിറ്റലിൽ, ഒരു കുഴപ്പമില്ല. പ്രഷറും ഷുഗർ ഒക്കെ നോർമലാണ്, കൊളസ്ട്രോൾ ഒക്കെ നോർമലാണ്, പേടിക്കാൻ ഒന്നുമില്ല. അപ്പോ ഞാനും കിരൺ സാർ പറഞ്ഞു 2 ദിവസം കൂടെ കിടക്കട്ടെ, സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന്. അതാ പിന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചത്. കുഴപ്പമൊന്നുമില്ല മോളെ, ചിലപ്പോ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആകും. ഞാൻ അച്ഛനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് അച്ഛനെ കഴിഞ്ഞിട്ട് വന്നാലോ? കണ്ടിട്ട് വരാൻ കല്യാണി എന്ന് പറയാണ്. അല്ല കിരണേട്ടൻ ഇന്നലെ താമസിച്ചൊക്കെ വന്നത് ബാലമ്മ. ഇന്നലെ അവനെ കണ്ടു കിട്ടിയതാ, ആ ഗംഗപ്രസാദനെ കയ്യിൽ കിട്ടിയതാ. പക്ഷെ അവൻ കയ്യിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടു. എന്തൊരു ജന്മ മോളിത് അവന്റെ. പക്ഷെ മോള് വിഷമിക്കണ്ട, ഇങ്ങനെയുള്ളവനൊക്കെ മരിച്ചിരിക്കും. പക്ഷെ അത് എപ്പോ മരിക്കും എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതുവരെ നമ്മൾ ആദ്യം പിടിച്ചിരിക്കണം. എന്തായാലും അവൻ ഉടനെ തന്നെ മരിക്കും തന്നെയാ മോളെ എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രകാശൻ 2-3 ഡ്രസ്സ് എടുത്തിട്ട് പോവാം. അയ്യോ ബാലമാമ, ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിലേക്കല്ലേ പോണത്, ഞങ്ങൾ എടുത്തോണ്ട് പോയിക്കോളാം. ബാലമാമന്റെ ഡ്രസ്സ് എന്തെങ്കിലും വേണോ? വേണ്ട, കാറിലുണ്ട് മോളെ. വന്ന മക്കൾ അമ്പലത്തിലാണെങ്കിൽ വണ്ടി കയറി, ഞാൻ കൊണ്ടേ ആക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ബാലൻ. അങ്ങനെ കല്യാണി കാർത്തികൻ കൂടി വണ്ടിയിലേക്ക് കയറി പ്രകാശിനെ കാണാൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്തായാലും ഗംഗ ഇന്നലെയും രക്ഷപ്പെട്ടു, പക്ഷേ അധിക നാളൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.